എല്ലാമായിട്ട് ഒപ്പം നിൽക്കുന്ന ഒരാൾ പെട്ടെന്നൊരു ദിവസം ഇല്ലാതെയാവാണ്. ഒട്ടും അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവം സംഭവിക്കുന്നത്. അപ്പോൾ അതുവരെ നമ്മുടേതായിട്ടുള്ള ഫ്യൂച്ചർ മാരീഡ് ലൈഫിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, മക്കളെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്, ഇനി എങ്ങനെ ഇത് സർവൈവ് ചെയ്യും, കുറേ ചിന്തകൾ ഒരേ സമയം വരുന്നുണ്ട്. അപ്പം പ്രത്യേകിച്ച് വർക്ക് ചെയ്യാൻ അത്ര ഇൻട്രസ്റ്റ് ഇല്ലാതെ കുറേ കൂടി ടൈം ഫാമിലി ടൈം എന്ന് ചിന്തിച്ച ഒരാൾ ഈ ശൂന്യത എങ്ങനെ നികത്തുക? ശരിക്കും എന്താ ചിന്തിച്ചിരുന്നത് ആദ്യത്തെ? അവിടെയായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറയുന്നത്. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ പിള്ളേരെ ആയിട്ട് അവസാനിപ്പിച്ചേക്കാന്ന് വിചാരിച്ചിട്ടുള്ള ദിവസങ്ങൾ. രാവും പകലും പോലുള്ള വ്യത്യാസമാണ് ജേക്കബ് മരിച്ചതിന് ശേഷം ഉണ്ടാവുന്ന ഒരു ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ അതിനുശേഷം ഒരു 1.5 വർഷത്തോളം ഒരു 5 മണിക്കൂറിൽ കൂടുതൽ ഉറങ്ങിയ ദിവസങ്ങൾ എനിക്കില്ല. 4 മണിക്കൂർ 5 മണിക്കൂറൊക്കെ മാക്സിമം ഉറങ്ങുന്നുള്ളൂ. ബാക്കി സമയത്ത് വീട്ടിലെ കാര്യങ്ങൾ, കുട്ടികളുടെ കാര്യങ്ങൾ, പിന്നെ ജോലി, സ്കൂളിൽ റീജോയിൻ ചെയ്തു, ജേക്കബിന്റെ ടേക്കപ്പ് ചെയ്യാൻ നോക്കി. അപ്പോൾ അതിന്റെ കണക്കുകളും വെളുപ്പിന് എണീറ്റിരുന്ന് നോക്കുക. ഇങ്ങനെ പിന്നെ അത് പറ്റത്തില്ല എന്ന് എനിക്ക് തോന്നി, അത് ഞാൻ ഗിവ് അപ്പ് ചെയ്തു. പിന്നെ അതുമായിട്ടുള്ള കേസുകൾ, ഇങ്ങനെ മൊത്തത്തിൽ ഡിപ്രഷൻ ആയിട്ടുള്ള ഒരു കാലഘട്ടം. തലയൊക്കെ മുട്ടയടിച്ചിട്ട് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. അങ്ങനെ വലിയൊരു ഡിപ്രഷൻ സ്റ്റേജിലൂടെ കടന്നുപോയ ഒരു സാഹചര്യത്തിൽ നിന്നുമാണ് വീണ്ടും ഇങ്ങനെ പല മേഖലകളിൽ അങ്ങനെ എനിക്കൊരു കോൺഫിഡൻസ് ആയി. ഓക്കെ, വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുമ്പോട്ട് പോകാന്നുള്ളൊരു കോൺഫിഡൻസ് ആയി.